നമസ്കാരം കുട്ടികളും സുഹൃത്താണ്. നമ്മളിന്ന് പ്ലസ് ടു കാരുടെ അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അടിപൊളി എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ലാത്ത ചാപ്റ്ററാണ്. സെക്കൻഡ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ചാപ്റ്ററാണ്. ഡെറിവേറ്റീവ്സ് എന്നുള്ള പേരുണ്ടെങ്കിലും ആപ്ലിക്കേഷൻ എന്നുള്ള പേരുള്ളതുകൊണ്ട് ഈ ചാപ്റ്റർ കുട്ടികൾക്ക് ആർക്കുമേ കൊള്ളത്തില്ല എന്ന് പറയും, വളരെ മോശപ്പെട്ടതെന്ന് പറയും. കഴിഞ്ഞ പബ്ലിക് എക്സാമിനാണെങ്കിൽ ഈ ചാപ്റ്ററിലെ മിക്ക ക്വസ്റ്റ്യൻസുകളും കുട്ടികൾ ചെയ്തിട്ടില്ല, മാർക്ക് കിട്ടുന്നില്ല. പക്ഷേ 7 മാർക്കുണ്ട്. നമ്മൾ ഇന്റഗ്രേഷൻ പഠിച്ച 9 മാർക്കാണ്, പക്ഷെ അതിനകത്ത് പഠിക്കേണ്ടത് ഒത്തിരിയാണ്. ഇതിനുള്ളിൽ പഠിക്കേണ്ട നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. പക്ഷെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിലും ഇത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നതും എക്സാമിന് വേണ്ടി എത്തുമ്പോഴത്തേക്ക് കുറെ ഓർമ്മിച്ചിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളതാണ്. ഇത് മിക്കതും വേർഡ് പ്രോബ്ലംസുകൾ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഇവനെ ആർക്കുമേ ഇഷ്ടമല്ല. അതുകൊണ്ട് നിവർത്തി കിട്ടി ലാസ്റ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് വരും, കിട്ടുന്നെങ്കിൽ കിട്ടട്ടാ എന്നുള്ള രീതിയിൽ കൂടെ. അതുകൊണ്ട് മിക്കവാറും കിട്ടാറുമില്ല. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിലെ ഒരു പ്രശ്നകാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സുകളാണ് ഇനി നമുക്ക് സെക്കൻഡ് ടൈമിലും തേർഡ് ടൈമിലോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് മെനക്കെട്ടില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. നമ്മൾ ഇന്ന് അതിനുള്ളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. ഇതിനുള്ളിൽ നമുക്ക് 3 ടോപ്പിക്സ് ആണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തേത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. രണ്ടാമത് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻസ്. മൂന്നാമത്തേത് മാക്സിമം ആൻഡ് മിനിമം. ഈ ചാപ്റ്റർ 7 മാർക്ക് ഈ 3 ടോപ്പിക്ക് അവർ ചോദിക്കും. അത് രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോപ്പിക്കും സെക്കൻഡ് ടോപ്പിക്കൂടെ ചേർത്ത് ഒരു 4 മാർക്കും, തേർഡ് ടോപ്പിക്ക് തനിയെ ഒരു 3 മാർക്കും. അങ്ങനെ 7 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്താൽ അടുത്ത വർഷം എൻട്രൻസിന് പ്രയോജനം ചെയ്യും കേട്ടോ. മാത്സിന്റെ മാർക്ക് 5 കിട്ടിയാൽ അത് 7 ആയിട്ട് കൂട്ടും കേട്ടോ. എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ കൂടെയാണ്. എന്ന് പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലാണ് എടുക്കുന്നത് മാത്സിന്. അതുകൊണ്ട് മാത്സിന് മാർക്ക് സ്കോർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ എൻട്രൻസിന് നിങ്ങൾക്ക് കൂടുതൽ റാങ്കിന് അടുത്തെത്താനുള്ള സാധ്യതയേറും. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചോണം. അടുത്ത വർഷം തൊട്ട് 2:3:5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് നമ്മുടെ എൻട്രൻസിന് നമ്മുടെ പ്ലസ് 2 മാർക്കിനെ കൺസിഡർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10 മാർക്ക് എടുത്തു കഴിഞ്ഞാൽ 5 മാർക്ക് മാത്സിന് എടുക്കും, 3 മാർക്ക് ഫിസിക്സ്, 2 മാർക്ക് കെമിസ്ട്രി എന്നുള്ള റേഷ്യോയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് മാത്സിന്റെ ഇമ്പോർട്ടൻസ് കൂടി എന്നർത്ഥം. നമ്മുടെ ക്ലാസ് കൊണ്ട് ജോയിൻ ചെയ്യാം. മാത്സിനാണേലും പ്ലസ് 2 മാത്സ് ആണേലും അതുപോലെ എൻട്രൻസ് ആണേലും ഇതിന്റെ കോംബോ രണ്ടുകൂടെ ജോയിൻ ചെയ്യുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു പാക്കേജിൽ നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങൾക്ക് എൻട്രൻസിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. ഇനിയും പറയുന്നില്ല, കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓരോരുത്തരും വന്നിട്ട് കമന്റ് ചെയ്യും. ക്ലാസ് തുടങ്ങുന്നത് 2 മിനിറ്റിന് ശേഷമാണ്. അതുകൊണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടു തുടങ്ങിയാൽ മതി എന്നാണ്. അതുകൊണ്ട് നിർത്തുക കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. നമ്മൾ ഇങ്ങനെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ റേറ്റ്? ഗോൾഡ് റേറ്റ്, സിൽവറിന്റെ റേറ്റ്, അല്ലെങ്കിൽ പഞ്ചസാരയുടെ റേറ്റ്. നമ്മൾ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 1 കിലോയ്ക്ക് 20 രൂപയാണെങ്കിൽ 2 കിലോയ്ക്ക് 40 എന്നുള്ളൊരു കണക്ക് വരത്തില്ല. ഇപ്പൊ 1 കിലോയ്ക്ക് 20 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 2 കിലോയ്ക്ക് 20 ആണോ? അല്ല, 40. 3 കിലോയ്ക്ക് എത്രയാണ്? 60 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ പ്രൈസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ എക്സ് ആണ് നമ്മുടെ ക്വാണ്ടിറ്റി, വൈ ആണ് പ്രൈസ് എങ്കിൽ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് വൈ ഇവിടെ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ? അവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ദാറ്റ് ക്യാൻ ബി ഹിയർ ഡിനോട്ടഡ് ആസ് dy by dx. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y with respect to x can be denoted as dy by dx. ഇവിടെ നമ്മൾ ആ dy by dx ഇതിനെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ 2 പേരിൽ ഒരാളുടെ ചേഞ്ച് മറ്റൊരാളെ അഫക്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി ഒരാളുടെ ചേഞ്ച് മറ്റൊരാളെ അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഏതെടുത്താലും 10 രൂപ, 1 കിലോ എടുത്താലും 10 രൂപ, 2 കിലോ എടുത്താലും 10 രൂപ. അവിടെ റേറ്റ് ഇല്ല. റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ കൂടുമ്പോൾ മറ്റേയാളുടെയും വ്യത്യാസം ഉണ്ടാണ്. 2 വേരിയബിൾസിൽ അല്ലെങ്കിൽ 2 കാര്യത്തിൽ ഒരാൾ തന്നെ ഇതിങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇതും കൂടുന്നു. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതിനാണ് നമ്മുടെ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് dy by dx-നെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എങ്ങനെയാണ് y with respect to x, dy by dx-നെ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു കുളത്തിലോട്ട് അനങ്ങാതെ നിൽക്കുന്ന ഒരു കുളം, ഒരു കല്ലെടുത്തെറിഞ്ഞു, എന്ത് സംഭവിക്കും? അവിടെ അനങ്ങാതെ നിൽക്കുന്നതാണെങ്കിൽ അവിടെ സർക്കിൾ ഫോം ചെയ്യും. സർക്കിൾ ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓരോ സെക്കൻഡ്സിലും ഇതിങ്ങനെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും. ഇത് ശരിയല്ലേ? നമ്മൾ നമ്മളൊരു ഒബ്സർവ് ചെയ്താൽ, ഒരു സർക്കിളിനെ ഒബ്സർവ് ചെയ്താൽ എന്താ കാണുന്നത്? അതിന്റെ ഓരോ സെക്കൻഡ്സിലും അതിന്റെ റേഡിയസ് കൂടിക്കൊണ്ടിരിക്കും, സർക്കിളിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അവിടെ ഓരോ സെക്കൻഡ്സിലും
അവിടെ റേഡിയസ് കൂടുന്നു. ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് dr ബൈ ആരെന്ന് എഴുതാം dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ക്യാൻ ബി ഡിനോട്ടഡ് ആസ് dr ബൈ dt. ആ സമയത്ത് അതിന്റെ ഏരിയയും കൂടുതൽ അവൻ ഇങ്ങനെ അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുക. അല്ല സർക്കിൾ ഇങ്ങനെ ഒറ്റയടിക്ക് സഡനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണോ? അല്ല, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഏരിയ കൂടുന്നു. therefore that can be denoted as dA by ആരാണ് dt. ഇപ്പൊ dr by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് dA by dt is the rate of change of area with respect to time. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു സമചതുര പെട്ടി എടുത്തു. സമചതുര പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേക്ക് കാർഡ് കളിക്കുമ്പോൾ തെറിയതില്ലേ 1 തൊട്ട് 6 വരെ കുത്തിട്ടേക്കുന്ന സാധനം, അത് ഒരു ക്യൂബാണ് അല്ലേ. അപ്പൊ ആ ക്യൂബിന്റെ ഓരോ എഡ്ജുകളും ഉണ്ടല്ലോ ആ നീളമൊക്കെ അത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം കൂടത്തില്ലേ ഇവനെ. അപ്പൊ ആ എഡ്ജ് കൂടുന്നതിന് ഇപ്പൊ എഡ്ജിനെ ഞാനിപ്പോ എക്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മളവിടെ ആ ചേഞ്ചിനെ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് dx ബൈ ആരാണ് dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ സൈഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം dx ബൈ ആരാ dt. അപ്പൊ നോക്കിക്കേ, ഇവിടെ എല്ലാം നമുക്ക് കൂടുതലും പഠിക്കാനുള്ളത് ടൈമിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്. ടൈമിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ആൾ ഇങ്ങനെ മാറുന്നു. ഇവിടെ ഇപ്പൊ എഡ്ജ് കൂടുന്നു, ടൈം ഒരു സെക്കൻഡ് ഞാൻ നോക്കുമ്പോൾ ഒരു സെക്കൻഡ് നോക്കിയപ്പോൾ 10, അടുത്ത ഒരു സെക്കൻഡ് വന്നപ്പോൾ അത് 13 എന്ന് പറഞ്ഞാൽ 3 കൂടി. അപ്പൊ പിന്നെ ഇങ്ങനെ 3 വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൺ എഡ്ജ് വിത്ത് റെസ്പെക്ട് ടൈം. ഇനി അതിന്റെ ഏരിയ കൂടാം, അതിന്റെ വോളിയം കൂടാം. ഒരു ബലൂൺ ഉള്ളോട് കാറ്റ് നിറയ്ക്കുമ്പോൾ, ബലൂൺ എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിലാ? നമ്മുടെ സ്പെറിക്കൽ ഷേപ്പാണ്. നമ്മൾ മത്തങ്ങ ബലൂൺ എന്നൊക്കെ പറഞ്ഞ സാധനം. അതിനുള്ളിലോട്ട് കാറ്റ് ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. കാറ്റ് നിറച്ചുകൊണ്ടിരിക്കും തോറും അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ റേഡിയസ്, അകത്തെ ആ റേഡിയസ് ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വലുപ്പം ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അതിന്റെ സർഫസ് കൂടും, വോളിയം കൂടും, ഇങ്ങനെ ഒത്തിരി ചേഞ്ചസുകളാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ വോളിയത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നത് ആരെന്നാണ്? dv ബൈ dt. ഇങ്ങനെ നമ്മൾ ആ ഡെറിവേറ്റീവിനെ നമ്മൾ ഈ ടോപ്പിക്കിൽ ഈ റേറ്റ് ഓഫ് ചേഞ്ചോട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ആകുമ്പോൾ ഈ dy ബൈ dx മറ്റൊരു രൂപത്തിലോട്ട് ഉപയോഗിക്കുന്നു. അടുത്ത ടോപ്പിക് ആകുമ്പോൾ വേറൊരു മീനിങ് കൂടെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഡെറിവേറ്റീവിനെ പല രീതിയിൽ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നൊരു സെന്റൻസ് കണ്ടു. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു. എന്താണ്? ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് dr ബൈ ആരാണ് dt. ഓക്കെ, അപ്പൊ എങ്ങനെ dr ബൈ dt പെർ സെക്കൻഡ് ആണോ? ഇങ്ങനെ തരുന്ന ഡേറ്റാസുകൾ എല്ലാം നമ്മൾ ഡെറിവേറ്റീവിൽ മാത്രമേ ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഏതാ ഡെറിവേറ്റീവിൽ ഡിനോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ dr ബൈ dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയസ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് ഹിയർ 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ വോളിയം ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 100 സെന്റിമീറ്റർ ക്യൂബ് എന്ന് കേട്ടോ. എന്താണ്? വോളിയം ഓഫ് എ spherical balloon is increasing at the rate of 100 centimeter cube per second. Then that can be denoted as dv by dt equal to 100. Area is increasing, then dA by dt. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ dr by dt. നെക്സ്റ്റ് ഇങ്ങനെ ആയിരിക്കും. ഫൈൻഡ് ദ റേറ്റ് at which area is increasing when radius is 12 centimeter. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 4 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 12 സെന്റിമീറ്റർ. ഇങ്ങനെയൊക്കെയാ. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വൈറ്റ് പോണ്ട് അല്ലെങ്കിൽ ക്വൈറ്റ് ലേക്ക്. നമ്മളൊരു പോണ്ടിന് ഒരു കുളത്തിലോട്ടോ തടാകത്തിലോട്ടോ ഇങ്ങനെ കല്ലെറിയുന്നു. അപ്പോൾ വേവ്സ് ആർ മൂവ്സ് ഇൻ സർക്കിൾസ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് dr ബൈ dt. സർക്കുലർ ഷേപ്പ്, സർക്കിളിൽ വേവ്സ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യില്ല. സർക്കുലർ ഷേപ്പിലാണ് വേവ്സ് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന റേറ്റ് ഈസ് ഗിവൺ ടു ബി റേഡിയസ്. റേഡിയസിന്റെ റേറ്റ് ആയിരിക്കും അവർ തരുന്നത് കേട്ടോ. അതിനാണ് അതിന്റെ ഏരിയ ഏതുമാത്രം റേറ്റ് ഏതൊക്കെ ഓരോ സെക്കൻഡ്സിൽ എന്തുമാത്രം വെച്ച് കൂടുന്നു. ഇവിടെ റേഡിയസ് ഓരോ സെക്കൻഡ്സിലും 4 വെച്ച് കൂടുക. അങ്ങനെയാണെങ്കിൽ ഏരിയ ഏത് റേറ്റിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഈസ് ഇൻക്രീസിംഗ് ആൻഡ് വെൻ റേഡിയസ് ഈസ് 12 സെന്റിമീറ്റർ. അപ്പൊ ഈ തന്നിരിക്കുന്ന 12നെ നിങ്ങൾ ഡിനോട്ട് ചെയ്യേണ്ടത് വെറും 6 എന്നാണ് കേട്ടോ. അപ്പൊ
ഡി ആർ ബൈ ഡി ടി ആണോ വെറും ആറാന്നാണ് അറിയാൻ പെർ സെക്കൻഡ് തന്നാൽ ദാറ്റ് ക്യാൻ ബി ഡിനോട്ടഡ് ആസ് ഇൻ ഡെറിവേറ്റീവ്. വെറും സെന്റിമീറ്റർ എന്നൊക്കെ തന്നാൽ വെറും ആർ. റേഡിയസ് ആണോ വെറും ആർ. അത്രയേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ഏരിയ ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് തീർന്നിട്ട് അതിനുള്ളിൽ നിന്നും തന്നതും കണ്ടെത്തുന്നതും എന്താണെന്ന് എഴുതി വെച്ചാൽ ഒരു മാർക്ക് വരമാറിയെങ്കിൽ തരും. അവർക്കൊരു സന്തോഷമാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു എന്ന് പറഞ്ഞു, ക്വസ്റ്റ്യൻ വായിച്ചു എന്നറിയുന്നതിന്റെ ഭയങ്കര സന്തോഷം ടീച്ചേഴ്സാണ്. കാരണം ആരും വായിക്കാറില്ല. വളരെ മോശപ്പെട്ട ഒരു പണിയാന്നാ പറയുന്നത് വായന. ശരിയാണ്, ആർക്കാണെങ്കിലും ഇത് വായിക്കുക. ചെറിയ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ രസം ഒറ്റ ലൈനിൽ തീരുന്നു. സോൾവ് അല്ലേ, സോൾവ് എക്സിനെ കണ്ടുപിടിക്കുക, ചുമ്മാ ഇക്വേഷൻ തന്നു രസമോ. പക്ഷേ വേർഡ് പ്രോബ്ലം കാണുമ്പോൾ ആർക്കും ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് ഇരുന്നത് ചെയ്ത് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. ക്ലാസ്സിലിരുന്ന് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നോക്കി എഴുതുന്ന ഈസിനെസ് അല്ലല്ലോ അവിടെ. അതുകൊണ്ട് തന്നെയാണ് ഇത് പിള്ളേർ വിടുന്നത്. ഇതിങ്ങനെ പഠിക്കാതെ നമ്മൾ വലിയ ടെക്സ്റ്റലായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പഠിക്കാതെ ചെറിയ പ്രോബ്ലംസുകളെ പഠിച്ച് നിങ്ങൾ നല്ല മാർക്ക് കിട്ടുന്നതുകൊണ്ട് വലിയ പ്രയോജനം പിന്നീട് കാണില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെടും. അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന ചെറിയ പ്രോബ്ലംസുകളെ പഠിച്ചോണം. ഓക്കെ, അപ്പൊ ഇനി എങ്ങനെ തുടങ്ങുന്നത്? നമുക്ക് ആരുടെ റേറ്റാ കണ്ടുപിടിക്കേണ്ടത്? ഏരിയ ഓഫ് സർക്കിൾ അല്ലെ, സർക്കിളിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്തായിരുന്നു? ഏരിയ ഓഫ് സർക്കിളിന്റെ ഫോർമുല എല്ലാവരും പറയാമോ? എ ഈക്വൽ ആരാമോനെ പൈ ആർ സ്ക്വയർ. പഠിക്കണം, ഇത് ആരും പറഞ്ഞിരുന്നില്ല. ഇനി പൈ ആർ സ്ക്വയർ ആണെന്ന് പലരും മറന്നുപോയി കാണും. 2πr എന്നും പല രീതിയിൽ കൂടെ ഒക്കെ തോന്നും. പൈ ആർ സ്ക്വയർ സർക്കിളിന്റെ ഏരിയ. അവിടെ നമ്മൾ ഡി എ ബൈ ഡി ടി ചെയ്യണം. ഡി എ ബൈ ഡി ടി. എന്തുകൊണ്ട് ഡി എ ബൈ ഡി ടി ആകുന്ന കാരണം നമുക്ക് ടൈം കൊണ്ടാണ് ഡെവലപ്മെന്റ് പെർ സെക്കൻഡ്. ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാമനെ ടൈമിനെ ഡിനോട്ട് ചെയ്യുന്നില്ലയോ, അതുകൊണ്ട് ഡി എ ബൈ ഡി ടി. അവിടെ ഡി ആർ ബൈ ഡി ടി, ഡി എ ബൈ ഡി ടി. ഈ ഡി ടി എഴുതാനുള്ള റീസൺ എന്തുകൊണ്ടാണ്? ടൈം മാറുന്നതിനനുസരിച്ചാണ് റേഡിയസ് കൂടുന്നത്. അപ്പൊ ടൈം ആണ് അവിടെ ചേഞ്ച് ചെയ്യുന്നത്, അതിനനുസരിച്ച് റേഡിയസും ചേഞ്ച് ആവുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടൈം കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഡി എ ബൈ ഡി ടി. പൈ ആർ സ്ക്വയറിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പൈ ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പൈ കോൺസ്റ്റന്റ് അമ്മനെ നോക്കി ഇങ്ങനെ എഴുതണം. ആർ സ്ക്വയർ. ആർ സ്ക്വയറിനെ നമ്മൾ ആരെ പോലെ കരുതണം? എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? 2x. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2r. തീർന്നില്ല. 2r ഇൻറ്റു ഒരാളും കൂടെ നിങ്ങൾ മറക്കാതെ എഴുതണം മോനെ, ഡി ആർ ബൈ ഡി ടി. എന്തുകൊണ്ട് ഡി ആർ ബൈ ഡി ടി എഴുതണമെന്ന റീസൺ, നമ്മൾ ആരെ ചെയ്യുന്നത്? ആർ സ്ക്വയറിനെ അല്ലേ. ആരും കൊണ്ടാണ് ചെയ്യുന്നത്? ടീം കൊണ്ട്. ആർ സ്ക്വയറിനെ ആറും കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ എക്സ് സ്ക്വയറിനെ നമ്മൾ 2x എന്ന് എഴുതി നിർത്തുന്നത് എന്തുകൊണ്ടാ? എക്സ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എക്സും കൊണ്ട് തന്നെ ആയതുകൊണ്ടാണ് 2x എന്ന് നിർത്തുന്നത്. ബട്ട് വൈ സ്ക്വയറിനെ നിങ്ങൾ ചെയ്താൽ അങ്ങനെയായിരുന്നു. വൈ സ്ക്വയറിനെ ചെയ്താൽ 2y എന്നായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് എഴുതും? ഇൻറ്റു ആരെന്നോട് എഴുതും? dy by dx. ബിക്കോസ് ഹിയർ വി ഡിഫറൻഷിയേറ്റ് y വിത്ത് റെസ്പെക്ട് x. അതുകൊണ്ടാ ഇൻറ്റു dy by dx എന്ന് എഴുതുന്നത്. ബട്ട് എക്സ് സ്ക്വയർ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് x, then answer is 2x only. ബട്ട് വൈ സ്ക്വയർ ആണെങ്കിൽ 2y ഇൻറ്റു dy by dx. അപ്പൊ ഏത് വേരിയബിളിനെയും മറ്റൊരു വേരിയബിളിനോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റിൽ ഡെറിവേറ്റീവ് നൊട്ടേഷൻ വേണം. ഓക്കെ, ഇവിടെ നമ്മൾ ആർ സ്ക്വയറിനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വെറും 2r കൊണ്ട് നിർത്തരുത്, ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇപ്പം ആർ സ്ക്വയറിനെ നമ്മൾ 6 കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഒരാളിക്കാം ഡെറിവേറ്റീവ് ഓഫ് ആർ സ്ക്വയർ റേഡിയസ് വിത്ത് റെസ്പെക്ട് റേഡിയസ് എന്നായിരുന്നെങ്കിൽ 2r മതി. ബട്ട് വിത്ത് റെസ്പെക്ട് ടൈം എന്നാകുമ്പോൾ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി വേണം. ഓക്കെ, അത് മറന്നു പോവരുത്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതി, ദാറ്റ് ഈസ് പൈ ഇൻറ്റു 2 ഇൻറ്റു വാട്ട് ഈസ് ആർ. ആർ 12 അല്ലേ മോനെ? ഇപ്പൊ 2 ഇൻറ്റു 12 ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇവിടെ ഉണ്ടാകേണ്ടത് 4. അപ്പൊ ഇതെല്ലാം ഇൻറ്റു ചെയ്യുമ്പോൾ 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 12 96 അല്ലേ? ആണല്ലോ. ഓക്കെ, 96 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഇതിന്റെ അർത്ഥം എന്തുവാ? ഓരോ സെക്കൻഡ്സിലും അതിന്റെ ഏരിയ, അതിന്റെ വലുപ്പം കൂടുന്നത് ഏത് റേറ്റിലാ? 96 പൈ ടൈംസ് ഓഫ് സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡ്സിലും ഇത്ര വെച്ച് ഇങ്ങനെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ. ഇതാണ് ഇതിന്റെ ഏറ്റവും കുഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ, കുട്ടി ക്വസ്റ്റ്യൻ ഇതാണ്. ഇതേപോലെ കുറെ ക്വസ്റ്റ്യൻസും വലിയ ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട്. ഇവനെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചാൽ ഇതങ്ങ് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ പിന്നെ വിട്ടത്തില്ല. മാത്സ് അങ്ങനെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ഇവനെ അങ്ങ് പഠിക്കും, ഇഷ്ടപ്പെട്ടില്ല എടുത്ത് എറിയും. അങ്ങനെയാണ് നമ്മൾ ഇതിനെ, അങ്ങനെയാണ് ഈ മാത്സ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എറിയുന്നതിന് മുമ്പ് ഓർത്തോണം, നമ്മുടെ ജീവിതത്തിന്റെ പല ചാൻസുകളെയാണ് എടുത്ത് എറിയുന്നത് എന്നുള്ളത് ഓർത്തോണം.
അത് നിങ്ങൾ മറക്കരുത്. അതുകൊണ്ട് മാത്സിനെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനെ തട്ടിക്കളയല്. ഇഷ്ടപ്പെടാനുള്ള വഴികൾ മുഴുവൻ നമ്മൾ നോക്കിയിട്ട് അവസാനം പറ്റുന്നില്ലെങ്കിൽ തട്ടിയേക്കണം. ഞാനത് പറയാം. പക്ഷേ എന്തെങ്കിലും ഒരു തരി കിടപ്പുണ്ട്, പഠിക്കാനുള്ള ഒരു അവസരമുണ്ട്, പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ പിടിച്ചെടുത്തോണം. കാരണം ഇവന്റെ ഇമ്പോർട്ടൻസ് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെ നിങ്ങൾ പഠിച്ചത് എല്ലാവരെ പോലെ ആയിരുന്നു അവനെങ്കിൽ എല്ലാവരും സാധനമാണെങ്കിൽ മുന്നോട്ട് പോകുന്നതോറും ഓട്ടം കൂടുന്നതോറും കൂടുതൽ ദൂരം ഓടുന്നതോറും ഇവൻ മുന്നിൽ ഓടുന്നതായിട്ട് കാണാം. അവനെ പോയി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. ഇപ്പൊ നമ്മുടെ എല്ലാവരും ഒരുപോലെ ആവുന്നതുകൊണ്ട് കിട്ടും അവനെ ഒരുവിധമെങ്കിലും. മുന്നോട്ട് കുറച്ചാൾ പോയി കഴിഞ്ഞാൽ ഇവൻ മുന്നിലോട്ട് സ്പീഡിൽ ഓടുന്ന കാണാം. സ്പീഡിൽ ഓടുമ്പോൾ നമ്മളും അതിനനുസരിച്ച് ഓടില്ലെങ്കിൽ അവനെ കിട്ടത്തില്ല. അതാണ് മാത്സ് കേട്ടോ. ഒരിക്കലും ആർക്കും ഇവനെ നമുക്ക് തടയാൻ പറ്റില്ല. ഇവൻ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ അതിനനുസരിച്ച് വളർന്നെങ്കിൽ മാത്രമേ ഇവനെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഇന്ന് ചെറിയൊരു പ്രോബ്ലമേ നിങ്ങളെ പരിചയപ്പെടുത്തിയുള്ളൂ. ഇതേപോലെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസുകളും ഉള്ള ക്ലാസ്സുകളാണ് തരുന്നത്. അടിപൊളിയായിട്ടുള്ള ക്ലാസ്, അടിപൊളിയായിട്ട് മനസ്സിലാക്കി തരും കേട്ടോ. നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല പഠിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒരു ഉറപ്പ് തരാം. എക്സാമിന് വേണ്ട കൃത്യമായിട്ട് അങ്ങ് തരും. അങ്ങോട്ട് പഠിച്ചാൽ മതി. ഓക്കെ, എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതെന്നുള്ള പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻ തന്നങ്ങോട്ട് പഠിപ്പിക്കുമ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആകെയുള്ളത് ഇത്രയും മാത്രം. 1 ഇയർ എല്ലാം കിട്ടും. തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ കിട്ടും. ഫസ്റ്റ് ഇയർ തൊട്ട് കിട്ടും. ഇനി ഇതിന്റെ കൂടെ എൻട്രൻസ് കൂടെ വേണമെന്നുള്ളവർക്ക് ഇത്രയും മാത്രം, 2 ഇത്രയും മാത്രം അടച്ചാൽ മതി. ഇത്രയും മാത്രം 2 കിട്ടും കേട്ടോ. കോംബോ ഓഫറാണ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് കിട്ടുന്നത് +2 ആൻഡ് എൻട്രൻസ് ഫുൾ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് മനസ്സിലായെങ്കിൽ മോനെ ഒട്ടും പഠിക്കണ്ട. ഒരാൾക്കെങ്കിലും കുറഞ്ഞൊന്ന് ഷെയർ ചെയ്തേരെ. കാരണം സ്കൂളിൽ ചെന്ന് പഠിക്കാൻ തുടങ്ങുന്നത് ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട മാക്സിമം ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ച് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഗുഡ് ബൈ.